സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇന്നലെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിനടുത്ത് കരൂർ വേലിച്ചാമിപുരത്ത് നടന്നത്. മരണം 40 കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളുമടക്കം 17 സ്ത്രീകളും 8 കുട്ടികളുമടക്കമാണ് മരിച്ചത്. 29 പേരെ മരിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൻ്റെ കാരണം വളരെ വിചിത്രമാണ്. ഒരു നടൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചൊരു റാലി സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. എന്താണ് സാർ ഈ ദുരന്തം? ഇത് യാദൃശ്ചികമാണോ അതോ ഇത് ക്ഷണിച്ചു വരുത്തിയതാണ്? ഇപ്പോൾ വിജയിയെ കാണാനാണോ പോയത് അതോ വിജയിയുടെ രാഷ്ട്രീയ പ്രസംഗം കേട്ട് ആവേശഭരിതരാകാൻ വേണ്ടി പോയതാണ്? വിജയിനെ കാണാനാണ് പോയത്. എന്താ ഈ വിജയിയെ കാണാൻ എന്തോ ഇത്ര ഉള്ളത്? വിജയി എന്നല്ല, ഇനി ആരായാലും ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച മോഹൻലാലാന്ന് പറഞ്ഞാൽ പോലും എന്ത് കാണാനുള്ളത്? സിനിമയിൽ കാണുന്നില്ലേ? പിന്നെന്താണ് ഇതിനകത്ത് ഈ ഒരുതരം ഭ്രാന്തമായിട്ടുള്ള ഒരു അഭിനിവേശം കാണിക്കാൻ എന്തോ? ഇവരൊക്കെ നല്ല നടന്മാരായിരിക്കും. ഇവർക്കൊക്കെ ആവശ്യമില്ലാത്ത താരപരിവേഷം കുറേ പേർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഉണ്ട്, മലയാളത്തിലും ഉണ്ടെന്നേ. അതെ, ഈ പൊങ്ങന്മാരെല്ലാം കൂടെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കും. പിന്നെ മലയാളികൾ കുറച്ച് ഈ തിരക്ക് കാണുന്നുണ്ടെങ്കിൽ അകന്ന് നിൽക്കുന്നവരായതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ച് അതുണ്ട്. ഈ തമിഴ്നാട്ടുകാർ ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ക്രൗഡ് വന്നാൽ അംഗീകരിക്കാം. ഇവരെ ഒന്നും കാണുന്നില്ല ഏത് സമയവും. അതെ, കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിഷ്വലിൽ കാണുകയാണ് എല്ലാവരുടെ കയ്യിലും മൊബൈലിലും ഇതൊക്കെ എത്തുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, മലയാളത്തിലെ ഗംഭീര നടനായിരുന്നല്ലോ മോഹൻലാലിനും മുകളിലൊക്കെ നിൽക്കുന്ന നടനല്ല ആ സത്യൻ എന്ന് പറയുന്നത്. അതെ, അവർക്കൊന്നും ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഈ താരപരിവേഷം ജനങ്ങൾ അവരെ വളരെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും സത്യൻ എന്ന് പറഞ്ഞാൽ സത്യന്റെ ഓരോ സിനിമയും പഴയ ആൾക്കാർ എണ്ണി എണ്ണി പറയും. പക്ഷെ ഇന്നത്തെ പോലുള്ള ഈ സമൂഹ മാധ്യമങ്ങളോ ഫാൻസ് അസോസിയേഷനുകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുവാ, അവര് സാധാരണ ജനങ്ങളെ പോലെ ഇറങ്ങി നടക്കും എല്ലായിടത്തും. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത് അടൂർ ഭാസി, വലിയ നടനല്ലേ. അടൂർ ഭാസി തിരുവനന്തപുരത്ത് പഴയ അംബാസഡർ കാറിൽ ഫ്രണ്ടിലിരുന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ താത്ത് വെച്ച്. അത് അന്നത്തെ കാലത്ത് അത്രേ സൗകര്യങ്ങളുള്ളൂ. പിന്നെ ആയിക്കോട്ടെ, ഇവരെങ്ങനെ വേണേൽ പോകട്ടെ, നമ്മളതിനെ കാരവാനിലോ എന്ത് വണ്ണാങ്കട്ടയിൽ വേണേൽ പോകട്ടെ, നമ്മളതൊന്നും നോക്കുന്നില്ല. പക്ഷേ ഈ ഒരുതരം ഇവരുണ്ടാക്കുന്ന ഒരു ക്രൗഡ്, ഇവരുടെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് 10,000 പേര് കണക്ക് കൂട്ടിയിടത്താണ് 1.5 ലക്ഷം പേര് വന്നതെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്. ഈ സത്യത്തിൽ ഇത് യാദൃശ്യമല്ല, മനഃപൂർവ്വം സൃഷ്ടിച്ച രാഷ്ട്രീയ ലാഭമാണ്. ഇത് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുത്ത് അകത്താക്കുകയാണ് വേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ നടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നടനായിട്ട് കണ്ടാൽ മതി. അതെ, ഈ വിണ്ണിലെ നക്ഷത്രമായിട്ടൊന്നും ഈ താരമെന്നൊക്കെ പറയരുത്. അതാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ. ഞാൻ കണ്ടിട്ടുണ്ട് തിലകന് അപാര നടനല്ലേ. അതെ, അതിന് പകരം വെക്കാനായിട്ട് ആ മറുതട്ടിൽ ആരെ എടുത്ത് തിലകൻ ഉണ്ടല്ലോ, ഇവിടെ കൂടെ ഇറങ്ങി നടക്കുന്ന മനുഷ്യനായിരുന്നു. മറ്റവന്മാരെ ഇറങ്ങി നടക്കത്തില്ല. അയ്യോ, അവന്മാര് മറ്റേ മോളിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വിരിഞ്ഞതല്ലേ. അപ്പൊ ഭൂമിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്. അല്ല സാർ, അത് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും വളരെ എന്താ പറയാ, ഈ പരിധി വിട്ട ഒരു ആവേശമാണ് ഈ ഫാൻസുകാർക്ക്. തമിഴ്നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും ഈ പുതുതലമുറയിൽ പിള്ളേരായി കഴിഞ്ഞു. പുതിയ പിള്ളേരൊക്കെ പുതിയ ലോകത്തിലേക്ക് പോയി. എംജിആറിന് മറ്റൊരു സവിശേഷത കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം, രണ്ട് അദ്ദേഹത്തിന്റെ ആ നിറം. പിന്നെ അദ്ദേഹം വളരെ ജനകീയനായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ എല്ലാ സ്ഥലത്തും കറണ്ട് എത്തിക്കാൻ, കുടിവെള്ളം എത്തിക്കാൻ, കൃഷിക്ക് ജലം എത്തിക്കാൻ ഒക്കെ വലിയ പരിശ്രമിച്ച ആളാണ്. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി കൂടിയായിരുന്നു, മോശക്കാരനല്ല. എംജിആറിന്റെ പേരിലൊക്കെ അല്ല പിന്നീട് ജയലളിതയും ഒക്കെ വന്നിട്ടുള്ളത്. അതെ, അല്ലാതെ ജയലളിതയ്ക്ക് പിന്നെ എംജിആറിന്റെ മേൽവിലാസത്തിലൂടെ. പക്ഷെ അതുപോലെ എംജിആറിനെ പോലെ ഒന്ന് രാഷ്ട്രീയം പരീക്ഷിച്ച് നോക്കിയ ആളാണ് ശിവാജി ഗണേശൻ. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹം പതുക്കെ പിന്മാറി. അതുകൊണ്ട് എന്തുവാ, നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് നടൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇവർക്ക് വേറൊരു തരത്തിലുള്ള പരിവേഷവും കൊടുക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ 10-40 പേരുടെ മരണം ഉണ്ടായി. ഈ 10-40 പേരുടെ വിജയ് പറയുന്ന എന്റെ ഹൃദയം പിടഞ്ഞു,
ആ എന്ത് അതെ ഇവരാണ് നാളത്തെ തമിഴ്നാട് ഭരിക്കാനും രാജ്യം ഭരിക്കാനും ഒക്കെ ആയിട്ട് ഇതൊക്കെ BJPക്കെതിരെ വലിയൊരു നീക്കം നടത്താൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഒന്നും ഏശാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ ഇപ്പോഴത്തെ ഇത് മാറണം. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരം, ഈ പറഞ്ഞ ഈ ഭാഷ, ജാതി, പ്രദേശം തുടങ്ങിയ അത്തരം പൊള്ളയായ പ്രാദേശികവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതു കളയണം. നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന രാഷ്ട്രീയമാണ് വരേണ്ടത്. ഇപ്പൊ കാമരാജ് എവിടുത്തുകാരന്? തമിഴ്നാട്ടുകാരന്. അദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ ഔന്നത്യം എന്ന് പറയുന്നത് ആര് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ ഇതിൽ വായിച്ചതാണ്. അദ്ദേഹവും പിന്നെ കോൺഗ്രസിന്റെ ആരായിരുന്നു, ഉയർന്ന ഇന്ദിരാഗാന്ധി ആരോ നേതാവുമായിട്ട് കാറിലൂടെ പോകുമ്പോൾ ഇദ്ദേഹം ആ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നു പാടത്തേക്ക്. അമ്മ അവിടെ പാടത്ത് പണിയെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ഔന്നത്യമുള്ളവരുടെ നാട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഏറ്റവും നെറികെട്ട ഈ ഇത്രയും പേർ ഒന്നിച്ചു കൂടിയാൽ ഇയാളെ കാണാൻ പറ്റുമോ? അപ്പൊ കാണുക എന്നുള്ളതാണോ എനിക്ക് സംശയം. ഇത് ഇവരാളിറക്കി ഇതെല്ലാം ഈ PR ഏജൻസികൾ ചെയ്തു കൊടുക്കുന്ന പണിയാണ്. ഈ വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുമ്പോൾ ആൾക്കാർ, അതായത് വിജയ് ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ജനം അങ്ങ് ഇടിച്ചു വരും. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന റാലികളെ കുറിച്ച് പൊതുവെ കേൾക്കുന്നത് അതിനൊരു അപവാദം അണ്ണാമലൈ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങളെ കുറിച്ച് കേൾക്കുന്നത് ഒരു അരക്കുപ്പിയും ഒരു ആട് ബിരിയാണിയും എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മദ്യക്കുപ്പിയും അതുപോലെ തന്നെ ആട് ബിരിയാണിയും, ഒരു പൊതി ആട് ബിരിയാണിയും, പിന്നെ പോക്കുവരവിനുള്ള വണ്ടിക്കൂലിയും, ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണം ചെലവാക്കിയാൽ ആള് തടിച്ചുകൂടും. പക്ഷെ ഈ ദുരന്തങ്ങൾ സഹിക്കാനും കൂടി തയ്യാറായിരിക്കണം. ഈ ഇനിയിപ്പോ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു തരം, അതെ, അതും വല്ലാത്ത ഭീകരതയാണ്. ഇത് ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ അവിടൊക്കെ ക്രൗഡ് മാനേജ്മെന്റിന്റെ പ്രശ്നമുണ്ട്. ഈ പിന്നെ അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്ന് വിളിച്ചാൽ പോലും ദൈവം വിളിയേക്കും. ആരുടെയും ദൈവവിശ്വാസത്തെ നമ്മളൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഈ ക്രൗഡ് ഇതെല്ലാം മര്യാദയ്ക്ക് നേരെ ചൊവ്വെ സംഘടിപ്പിക്കണം. ഇപ്പൊ തമിഴ്നാട്ടിൽ അടുത്ത കാലത്ത് മുരുക ഭക്ത സംഗമം നടന്നു. സാറിന് അറിയാൽ എന്തെങ്കിലും ഒരാളിനെങ്കിലും ഒരു പോറലെങ്കിലും ഏറ്റതായിട്ട് വാർത്തയുണ്ടോ? ഒരു മാസമോ 1.5 മാസമോ നീണ്ടു നിന്ന കുംഭമേള UP-യിൽ, അവിടെ പക്ഷെ 30 പേര് തിരക്കിൽപ്പെട്ട് മരിച്ചു. അത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ്. അല്ല, ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായി, കുംഭമേളയിലുണ്ടായി. പക്ഷെ അത് മണിക്കൂറുകൾക്കുള്ളിൽ അതൊക്കെ ചില അട്ടിമറികളാണ്, ചില കുത്തിത്തിരിപ്പുകൾ ഇതിന്റെ ഇടയിൽ നോക്കിയതാണ്. ശബരിമലയിലുണ്ടായി. പുൽമേടിലുണ്ടായത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇല്ല, അത് ഹിൽ ടോപ്പിലുണ്ടായത്. സഭയുടെ മേശപ്പുറത്ത് വെച്ച സാധനം ഇതുവരെ പുറത്ത് പബ്ലിക് അത് പുറത്തു വരാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ കേരളം കത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പൊ ഈ മുരുക ഭക്ത സംഗമം നടന്നു. അവിടെ ഒരു പരാതിയും, അത് അവിടെ ലക്ഷങ്ങളല്ല കോടി മനുഷ്യരാണ് എത്തിയത്. ഈ തമിഴ്നാട്ടിലെ ഈ അന്ധമായ ഒരു തരം ഭക്തി കയറി അങ്ങ് വല്ലാതാകുന്നുണ്ട്. ഈ പറഞ്ഞ താരങ്ങളോടുള്ള ഒരു അഭിനിവേശം. അല്ല, അതൊന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഇതുപോലെ എരച്ചു കയറിക്കളയും. അതെ, അതൊരു തരം വളരെ അന്ധമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഭക്തിമൂത്ത് ഭ്രാന്തായി എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ തമിഴ്നാട്ടുകാർ വരുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് അവിടെ എത്താൻ ഭയമാണ്. കാരണം ഇവർക്ക് ഈ ഒരു തരം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരം ആരാധനയോടുകൂടിയുള്ള ഒരു ആവേശം കയറി ഇവരെന്താ തിക്കിലും തിരക്കിലും പെടുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. അത് ഇപ്പൊ കണ്ടില്ലേ, ഇതിനകത്ത് ശ്വാസം മുട്ടി മരിച്ചവരുണ്ട്, കുട്ടികളാ. 29 പേരെ മരിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ശ്വാസം മുട്ടിയുണ്ട്, നിർജ്ജലീകരണമുണ്ട്. കാരണം ഇത്രയും ആള് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. ഇത്രയും പേര് ശ്വസിക്കുകയല്ലേ, പുറത്തു വിടുന്നത് കാർബണാണ്. ഇത്രയും ഇങ്ങനെ ആള് കൂടുമ്പോൾ വലിയ തോതിൽ നിർജ്ജലീകരണം സംഭവിക്കും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഇതൊക്കെ വലിയ ആപത്തുണ്ടാക്കും. ആൾക്കാർ ചെറിയ രോഗങ്ങൾ, ഇപ്പോൾ പ്രഷർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർ അവിടെ അങ്ങ് കുഴഞ്ഞു വീഴും. അവരുടെ പുറത്ത് ചവിട്ടിക്കൊണ്ടാണ് അടുത്ത ആൾ പോകുന്നത്. ഇതൊക്കെ വലിയ ദുരന്തത്തിലേക്ക് ഇത് പോകാതിരുന്നത് ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പം വിജയിയുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്നുള്ളതാണ്. എന്തായിരുന്നു വിജയിയുടെ ലക്ഷ്യം? എന്തായിരുന്നു?
തമിഴ്നാടിന്റെ ഭരണം പിടിക്കുക. അപ്പം അവിടെ മുന്നേറ്റം കുറിച്ച് വരുന്ന BJP-യെ തടയിടുക എന്നുള്ളത്. എന്നിട്ട് അവിടെ സ്റ്റാലിന് ഒത്ത എതിരാളിയായിട്ട് മാറി തമിഴ്നാടിന്റെ ഭരണം പിടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ ഇനിയിപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് പറയേണ്ടത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 80 പേർക്ക് പരിക്കെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ 400-ലധികം പേർക്ക് പരിക്കുണ്ടെന്നാണ് അനൗദ്യോഗികമായ വിവരങ്ങൾ. അതുപോലെ തന്നെ 10 പേരുടെ നില ഗുരുതരമാണ്. സാറേ, 15 വയസ്സിന് താഴെയുള്ള 1000-ഓളം കുട്ടികൾ അവിടെ എത്തി എന്നാണ് പറയുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി നിയമം ഉള്ള ഒരു രാഷ്ട്രമാണ് ഇത്. സിനിമാക്കാരനോടുള്ള ആരാധന മൂത്തിറങ്ങിയതാണ് ഈ 15 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ. സ്ത്രീകൾ ഇത്രയും വരിക, കുട്ടികളെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയല്ല, അത് ശരിക്കും ഫാൻസുകാർ സംഘടിപ്പിച്ച ഒരു താര റാലിയാണ്. ആ റാലിയാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത്. എന്തായാലും കേന്ദ്രമൊക്കെ ഇടപെടുന്നുണ്ട്. മോദിയും അമിത്ഷായും ഒക്കെ സ്റ്റാലിനോട്, ഗവർണറുടെ അടുത്ത് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. പക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ കേന്ദ്രം ഇടപെടുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.